ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ ഇൻട്രോയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കിടക്കാൻ കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ ഉള്ളപ്പം എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം വരുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. പക്ഷേ എങ്കിൽ അപ്ലോഡ് ചെയ്യാൻ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ ഉപ്പാവാൻ്റെ ഏട്ടൻ്റെ മോളും മക്കളും കൂടി വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ദിവസം അന്ന് എടുത്തിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം ഞാനിവിടെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ തൂക്കുപാലമുണ്ട് കേട്ടോ. അപ്പോൾ തൂക്കുപാലത്ത് പോകാമെന്ന് പറഞ്ഞപ്പം തന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട്, അപ്പം അസ്താദാൻ്റെ മക്കൾ ഇതിലായിട്ടും തൂക്കുപാലത്ത് കയറിയിട്ടുമില്ല, കണ്ടിട്ടുമില്ല കേട്ടോ. പിന്നെ ചിന്നും കുക്കുവാണെങ്കിലും അവരും കണ്ടിട്ടില്ലായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ചു എന്തായാലും പോകാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ നട്ടുച്ചക്കാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിവിടെ ഉള്ളപ്പം അധികം ഞാൻ വരുത്തുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവരൊക്കെ കൊണ്ട് നടക്കാണ്ട്. അപ്പം ഇവരോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ദൂരം നടക്കാനുണ്ട്. അപ്പം നടക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. പക്ഷേങ്കിൽ വെയിൽ ഭയങ്കരമായിട്ടുള്ള വെയിലായിരുന്നു കേട്ടോ. അപ്പം ഏതൊക്കെയോ കാട്ടിൽ നിന്നൊക്കെ പോകുന്ന വഴിക്കിൽ മക്കൾ കന്നിമാങ്ങയൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാ സ്ഥലത്തും നല്ല എന്താ പറയുക മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ പേരക്ക മരമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേങ്കിൽ പേരക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, മൂക്കാത്ത മരങ്ങളായിരുന്നു കേട്ടോ. പിന്നെ കുറേ തോടും പിന്നെ അതുപോലെ തന്നെ ചാലൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ നടക്കുന്ന സ്ഥലത്ത് കൂടെയൊക്കെ. പിന്നെ കുറച്ച് അധികം നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടത്തൊക്കെ ഇപ്പം ഫുള്ളായിട്ട് നിരപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ബിൽഡിങ്സോ അല്ലെങ്കിൽ വീടുകളൊക്കെ വരാനായിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു നിരപ്പാക്കിയൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറേ അധികം വീടുകളും അതുപോലെ തന്നെ എന്തൊക്കെയോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഇപ്പം പുതിയതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നതാ പിന്നെ ഒരു ചെറിയൊരു ഷെഡ് പോലത്തെ ഉണ്ട് കേട്ടോ. ചെക്കന്മാരൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നതൊക്കെ. ഞാനൊക്കെ കല്യാണം കഴിയുന്നതിൻ്റെ മുമ്പ് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഫിദയും അനുവൊക്കെ കൂടി നമ്മളെപ്പോഴും വൈകുന്നേരം നടക്കാൻ പോക്കുണ്ട് കേട്ടോ. വെക്കേഷൻ സമയത്താണ് കേട്ടോ ഈ നടക്കാൻ പോക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞങ്ങൾ ഈ തൂക്കാലം വരെ നടക്കും കേട്ടോ. വീട്ടിൽ നിന്ന് അവിടം വരെ നടക്കും, തിരിച്ചിങ്ങോട്ടേക്കും നടക്കും കേട്ടോ. ഇന്നിപ്പം ഭയങ്കര വെയിലുമാണ്. പിന്നെ മക്കളെ എടുത്തിട്ടല്ലേ നമ്മൾ പോകുന്നത്. അപ്പം അതിൻ്റേതായ ക്ഷീണം നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനുവും ഷനുവിലോട് കുറേയൊക്കെ ആശ്വാസമായി കേട്ടോ. ചിന്നും കുക്കും കുറേ എടുത്തു. പിന്നെ അനുവും കുറേ നേരം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇച്ചുവിന്. പിന്നെ ഞങ്ങൾ അറ്റ് ലാസ്റ്റ് ഇതാ നമ്മൾ തൂക്കുപാലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല കുറച്ചധികം പഴക്കൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. എപ്പോഴാണ് വെച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഞാനിവിടെ ആദ്യം വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രൈഡൽ ഷവറും ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ നടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെ ഇതാ എല്ലാവരും കൂടി കയറാണ്. ഇവിടെ അസ്താദ്യം ചിന്നും കുക്കൊക്കെ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഇച്ചൂനും അനുവും ഞാനും ഇതൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് മെല്ലെ കഥയും പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ എത്തിയത്, നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് കിടക്കാം കേട്ടോ. അപ്പുറത്തെ ഭാഗത്ത് നമ്മളെ ഈ കശുവണ്ടീൻ്റെ മരം ഉണ്ടല്ലോ, ചെറുവിൽ അതിന് പറങ്കി മാങ്ങ എന്നൊക്കെ പറയും കേട്ടോ. അപ്പം അതിൻ്റെ മരമാണ് ഓപ്പോസിറ്റ് സൈഡിൽ കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് ആയിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രൈഡൽ ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെതാ ഇവിടെ ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വന്ന പാടെ തന്നെ ഞാൻ ആദ്യം നിലത്തിരുന്നു കേട്ടോ. കാരണം നല്ലോണം കുഴങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ക്ഷീണം മാറ്റിയിട്ട് മതി ബാക്കിയുള്ളതൊക്കെ എന്നിട്ട് ആദ്യം തന്നെ അവിടെ ഇരുന്നു. അപ്പം എൻ്റെ ഒപ്പം തന്നെ ചിന്നു ഇരുന്നു. പിന്നെ കുക്കു മരത്തിൻ്റെ മുകളിലുണ്ട്, ഓരോരുത്തരും ഓരോ ഭാഗത്താണ് കേട്ടോ ഉള്ളത്. അപ്പം പിന്നെ ഇവിടെ അത് ഊഞ്ഞാലും കണ്ടു കേട്ടോ. പണ്ട് ഈ ഊഞ്ഞാലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഇപ്പം അടുത്ത കെട്ടിയതാ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഊഞ്ഞാൽ കണ്ടപ്പം പിന്നെ ഞാൻ വേഗം എണീറ്റു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇച്ചുവിന് ഇരുത്തി, കാരണം ഇച്ചുവിന് ഊഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആള് നല്ലോണം ആടുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം കുക്കു ഇങ്ങനെ ആട്ടി കൊടുക്കുകയാണ്. പിന്നെ അസ്താദാൻ്റെ കുട്ടികളും അവിടെ ഇരുന്നിട്ട് ഒരു ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവൻ്റെ ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചു. ഫോട്ടോ എടുക്കാൻ ഓനധികം നിന്നിരുന്നില്ല കേട്ടോ. പിന്നെ വീഡിയോസ് എടുക്കാൻ വിചാരിച്ചു. പിന്നെ ചിന്നും കുക്കുവിൻ്റെ ഒപ്പമാണ് കേട്ടോ. ആൾ ഫുള്ളും അവർ പെരുന്നാളിൻ്റെ സമയത്ത് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പം ഏത് സമയം രാവിലെ ഫുഡ് കഴിക്കണമെങ്കിൽ വരെ ഓര് കൊടുക്കണം കേട്ടോ. നേരെ തറവാട്ട് പോകും. പിന്നെ ഉച്ചയ്ക്ക് ഒരു വാരി കൊടുക്കണം. കിടന്നുറങ്ങലൊക്കെ ഓരോപ്പം തന്നെയാണ് കേട്ടോ. അപ്പം ആൾക്ക് ചിന്നും കുക്കുള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ടൈം പോകുന്നതേ അറിയില്ല. അപ്പം എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ പറഞ്ഞപ്പോഴത്തേക്ക് ഇച്ചു ഫുൾ കരച്ചിൽ തുടങ്ങി കേട്ടോ. പിന്നെ ആൾക്ക് മുട്ടായി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നു. അപ്പോൾ ഓൻ്റെ വിചാരം എവിടെ പോകുമ്പോഴും അവിടെ കടകൾ ഉണ്ടാവും എന്നാണ് കേട്ടോ. പിന്നെ ഓൻക്ക് ഊഞ്ഞാലിൽ ഇരിക്കും വേണം കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് ആഴതിന് ശേഷം പിന്നെ ഓനെ ഇരുത്തിട്ടോ. പിന്നെ ഇച്ചുവിൻ്റെ കരച്ചിൽ മാറ്റണമല്ലോ. അപ്പോൾ ആൾ മുട്ടായിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കരയുന്നത്. പിന്നെ ആ മക്കളെല്ലാവരും കരയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഷമീർ ഖാനെ വിളിച്ചിട്ടോ. ആദ്യം അസീസ് ഖാനെയാണ് വിളിച്ചത്, പക്ഷെ ആൾ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ.
ആൾക്ക് കോഴിക്കോട് ഏറ്റവും മറ്റോ വേറെ ഓട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഷമീർക്കാൻ വിളിച്ചു, കാരണം എല്ലാവരെയും കൊണ്ട് ഇനി തിരിച്ചെന്തായാലും നടക്കില്ല. കാരണം വന്നത് എങ്ങനെയൊക്കെയോ നടന്നെത്തി. കാരണം ഈ നട്ടുവെച്ച സമയത്ത് ആരും ഇങ്ങനെ തൂക്കാലത്തിലേക്കൊന്നും പോകില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ രാവിലെ വരണം, അല്ലെങ്കിൽ വൈകുന്നേരം വരണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ ഉച്ച സമയത്ത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോകാൻ എനിക്കെന്തായാലും നടക്കാനാവില്ല. ആർക്കും ആവുന്നില്ല കേട്ടോ, കാരണം എല്ലാവരും ക്ഷീണിച്ചു. നല്ല വെയിലും ആയിരുന്നു കേട്ടോ അന്ന്. അപ്പം പിന്നെ എന്താക്കി, ഉമ്മാനോട് ഓട്ടോ വിട്ടുതരാൻ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ടോ. പിന്നെ ഇത് നമ്മളെ ഈ പനമരം പുഴയാണ് കേട്ടോ. അപ്പോൾ ഈ പുഴ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ കലങ്ങിയ പോലെയാണ് കേട്ടോ ഉണ്ടാവുക. ഒരിക്കലും ഒരു തെളിഞ്ഞ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ചളിവെള്ളം കെട്ടി കിടക്കാതെ, പക്ഷേങ്കിൽ അടിയൊഴുക്ക് ഭയങ്കരമാണ് കേട്ടോ ഈ ഒരു പുഴ. ഈ ഒരു പുഴയ്ക്ക് ഒരു ചതിയം പുഴ എന്നാണ് കേട്ടോ ഈ ഒരു പുഴ അറിയപ്പെടുക. നമ്മളെ നീന്തലൊന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒഴുക്കിൽപ്പെട്ട് മരിക്കും കേട്ടോ. അത്രയ്ക്ക് ഇതാണ്. അങ്ങനെയൊന്നും ആൾക്കാർ അതിൽ ഇറങ്ങൂല കേട്ടോ. ഇറങ്ങിയാൽ പിന്നെ കഷ്ടകാലമായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ പറയുക കേട്ടോ ഈ ഒരു പുഴയിൽ. പിന്നെ ഷമീർക്ക് വന്ന് പിന്നെ നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. പിന്നെ അസ്താത്തേക്ക് ഇന്ന് പോകുന്നുണ്ട്. അവർ പിറ്റേ ദിവസം മദർസ തുറക്കുന്നതുകൊണ്ട് അവർക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു 3:30 ബസ്സിന് അവർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കഥയൊക്കെ പറഞ്ഞ് ഇതാക്കാണ്. പിന്നെ ചോറും കറിയൊക്കെ നമ്മൾ രാവിലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഈ കറങ്ങാൻ പോയത്. പിന്നെ ഇന്നിപ്പോൾ മോര് കറിയും പിന്നെ മീൻ പൊരിച്ചതും വഴുതനങ്ങ ഉപ്പേരി ചെയ്യുന്നു ഉണ്ടാക്കിയത്. പിന്നെ തലേ ദിവസത്തെ ചിക്കൻ്റെതും അതുപോലെ തന്നെ ചിക്കൻ കറിയും ബീഫിൻ്റെതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നെയ്ച്ചോറും ഉണ്ടായിരുന്നു. ഞാൻ നെയ്ച്ചോറായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരിതാ തിരിച്ചു പോകണം. അപ്പോൾ ആർക്കും പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ടാറ്റയൊക്കെ കാണിക്കാൻ കേട്ടോ. മക്കൾക്ക് ഇവിടെ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അവർ ഇറങ്ങാൻ നിൽക്കാണ്ടോ. അടിപൊളി വൈബായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ദിവസം കേട്ടോ, അവർ പോയതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ വീടിൻ്റെ അടുത്തത് കണ്ണിമാങ്ങയൊക്കെ അമ്മായി പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാങ്ങയൊക്കെ അമ്മായി അച്ചാറിടാൻ വേണ്ടിയിട്ട് അരിയുന്നുണ്ട്. പിന്നെ അച്ചാറല്ല, ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നുണ്ട്. ഉപ്പിലോ അച്ചാറിടാൻ തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അല്ലാണ്ടും കഴിച്ചു. പിന്നെ ഞാൻ നേരെ സ്കൂളിലേക്ക് പോയിട്ടോ. ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി, കാരണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇച്ചുതാ നിലത്ത് കിടന്ന് ഉരുളുന്നുണ്ട്. പിന്നെ ചിന്നിയും കൊക്കും കല്യാണത്തിന് വന്ന ഓർമ്മകളൊക്കെ കുറിച്ച് പറയാണ് കേട്ടോ. ഇവിടുന്ന് ഇതിൽ കൂടെ നമ്മൾ നടന്നിരുന്നു എന്നൊക്കെ. പിന്നെ തയ്ച്ചു വന്നവർ തന്നെ അവിടെ വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളം കുടിച്ചു. പിന്നെ മുഹമ്മദ് അപ്പത്തേക്ക് ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് നമ്മൾ നോക്കാൻ കേട്ടോ. പിന്നെ ഇവിടെ കുറേ അത്തിമരങ്ങളുണ്ട് കേട്ടോ. അപ്പം ഏതെങ്കിലുമൊക്കെ പഴുത്തിട്ടുണ്ടോ നോക്കാൻ കേട്ടോ. പിന്നെ മെയിനായിട്ട് വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള സമയവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇക്കാൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം രാവിലെ നേരത്തെ എണീക്കും, പിന്നെ പണിയൊക്കെ ആയിരിക്കും, പിന്നെ മക്കളൊപ്പം ആയിരിക്കും. അപ്പം മക്കളൊപ്പം ഉണ്ടാകുമ്പോൾ തന്നെ സമയം കിട്ടൂല കേട്ടോ. പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോൾ തന്നെ അവർ ഉറങ്ങുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പണിയെടുക്കായിരിക്കും, അല്ലെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെതാ ഉമ്മാനെയും അവിടുന്ന് പിക്ക് ചെയ്തിട്ട് പിന്നെ നേരെ പോവാണ് കേട്ടോ ഷോപ്പിലേക്ക്. അപ്പം ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതായിരുന്നു. അപ്പം ഉമ്മ ഡ്രസ്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാക്ക് അടിപൊളി ഒരു ഷർട്ടൊക്കെ കിട്ടിയ എന്താ പറയുക, ആഷും അല്ല നേവി ബ്ലൂ അല്ലാത്തൊരു കളർ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ നേരെ ഷവർമ്മയൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ലാസ്റ്റ് ദിവസത്തെ വിശേഷം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.